ഓണവിഭവങ്ങളിൽ വലിയൊരു പങ്ക് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾക്കുണ്ട്. ഓണത്തെ വരവേൽക്കാൻ തോട്ടങ്ങളിൽ നിന്ന് നേന്ത്രക്കുലകൾ വിപണിയിലേക്ക് എത്തിത്തുടങ്ങി. തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷി വ്യാപകമായിട്ടുള്ളത്. ഭൗമസൂചിക പദവി ലഭിച്ച വാഴയിനം കൂടിയാണ് ചെങ്ങാലിക്കോടൻ. വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി, വേലൂർ, മുണ്ടത്തിക്കോട് എന്നിവിടങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വാഴകൃഷി വ്യാപകമായിട്ടുള്ളത്. ജൈവരീതിയിൽ മലയടിവാരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ വിളയുന്നത്. കുലച്ച് 20 മുതൽ 25 ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കുമൊക്കെ ഉപയോഗിച്ച് കുല പൊതിയും. നല്ല നിറമുള്ളതിനാൽ പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നിറമുണ്ടാകാനും നല്ല തുടമുള്ള കുലകൾ ലഭിക്കാനുമാണിത്. മറ്റ് നേന്ത്രൻ ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 12 മുതൽ 25 കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകൾ ഉണ്ടാകും. പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും. അതിൽ കര പോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും. നേന്ത്രപ്പഴങ്ങളിൽ ഏറ്റവും കൂടുതൽ രുചിയുള്ളതും ഈ ഇനത്തിനാണ്. പുഴുങ്ങുമ്പോൾ മധുരം കൂടുന്ന ഗുണഗണങ്ങൾ അധികമുള്ള സുന്ദരം കൂടിയാണ് ചെങ്ങാലിക്കോടൻ. ഉപ്പേരി ഉണ്ടാക്കാനും പഴനുറുക്കിനും ശർക്കര വരട്ടിക്കും ധാരാളമായി ഉപയോഗിക്കുന്നു. മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്നാണ് വിശ്വാസം. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപത്തിന് പ്രത്യേക കാഴ്ചദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്നും കൊണ്ടുവരുന്നതും ചെങ്ങാലിക്കോടന്റെ ലക്ഷണമൊത്ത കുലയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്ന തൃശൂരിന്റെ സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ചെങ്ങാലിക്കോടൻ. ഉരുണ്ട നല്ല തുടത്തോടു കൂടിയ 1 കിലോ പഴത്തിന് 70 രൂപ മുതൽ മുകളിലോട്ടാണ് ഇപ്പോഴത്തെ വില. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകർ പറയുന്നു. ഒരു 300-400 വാഴയൊക്കെ ചെങ്ങാലിക്കോടൻ വെക്കാറുണ്ട്. പ്രാവശ്യം ഒരു 300 വാഴ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു 200 വാഴ നമുക്ക് ആദ്യം തന്നെ വെട്ടിപ്പോയി. ഇപ്രാവശ്യം ഓണം ലാസ്റ്റ് ആവുക കാരണം ആദ്യം തന്നെ കായ വെട്ടിപ്പോയി. അത് കുഴപ്പമില്ലാത്ത നല്ല വിളവുണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് 60 രൂപ വിലയും കിട്ടി. ഒരു 15 to 20 കിലോ വരെ തൂക്കമുള്ള കായകളുണ്ടായിരുന്നു. അത് കാരണം ഇപ്രാവശ്യം നല്ല രീതിയിലുള്ള വിളവ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓണദിനങ്ങൾ അടുക്കും തോറും വിലയേറുമെന്നാണ് കർഷകർ പറയുന്നത്. ഓണനാളുകളിൽ വില സെഞ്ചുറി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.